പ്രസാദ് ഉടുമ്പിശ്ശേരി വീണ്ടും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് വരുന്നു. പ്രസാദ്, ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ വളരെ വേഗത്തിലുള്ള നീക്കങ്ങളായിരിക്കുമല്ലോ. നേരത്തെ തന്നെ തീരുമാനമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു മണ്ഡലത്തിൽ ഇനി പരിമിതമായ പ്രചാരണ കാലയളവുകൾ മാത്രമുള്ളപ്പോൾ അപ്പുറത്തു നിന്നുള്ള ഒരു നേതാവിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം അത് വളരെ പെട്ടെന്ന് ഇനിയിപ്പോൾ ഉണ്ടാകുമോ? തീർച്ചയായും ഹർഷൻ, പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. CPM ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ അവരുടെ വാർത്ത, ഇനിയിപ്പോൾ 5 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി തന്നെയായിരിക്കും പറയുക. അതെന്തായാലും ഇന്നോ നാളെയോ, ഇന്ന് തന്നെ ആയിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. അതിനകത്തിൽ വൈകാൻ സാധ്യതയില്ല. കാരണം എല്ലാ മറ്റ് സ്ഥാനാർത്ഥികൾ, LDF-ന്റെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ പ്രചാരണം എല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ആദ്യം പ്രഖ്യാപിച്ച മന്ത്രി അബ്ദുറഹിമാൻ, അദ്ദേഹം പ്രചരണം തുടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് തിരൂരിലേക്ക് മാറുന്നതോടുകൂടി തന്നെ അവിടെ പ്രചരണം ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ CPIയുടെ മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കൂടി അതിനകത്തൊരു തീരുമാനം വരേണ്ടതുണ്ട്. അവർ സമ്മതിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. റൈറ്റ്. നമുക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അറിയാം. സജീവമായി ശക്തമായി മുസ്ലിം ലീഗിന് UDF-ന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ ആയാലും ഏറ്റവും സജീവമായി പങ്കെടുത്തിരുന്ന, നിരന്തരം ഇടപെടൽ നടത്തിയിരുന്ന മുൻ MLA കൂടിയായ നേതാവാണ്. പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സർക്കാരിനെതിരെ ഏറ്റവും നിരന്തരമായ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയും സർക്കാരിന് എതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇടത് മുന്നണി എത്രത്തോളം സ്വീകരിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. നമുക്കറിയാം, ദുർബലമായ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ വിജയസാധ്യത താരതമ്യേന കുറഞ്ഞ പ്രദേശമാണ് എങ്കിലും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. എങ്കിൽ പോലും വളരെ സ്വാഭാവികമായി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഹർഷൻ, ഇതിനകത്ത് ഈ പറയുന്നത് പോലെ CPM-നെ അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. മുമ്പും ലീഗിൽ നിന്നും വിമതരായി വന്ന ആളുകൾ ജയിച്ച ചരിത്രമുണ്ട്. അതിപ്പോൾ കോഴിക്കോട് കൊടുവള്ളിയിൽ വന്നു കഴിഞ്ഞാൽ മുമ്പ് കാരാട്ട് റസാഖ് ഇതുപോലെ വിമതനായി വരികയും കൊടുവള്ളിയിൽ ജയിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥിയാണ്. മലപ്പുറത്ത് കോൺഗ്രസിൽ നിന്നും വിമതരായി വന്ന് ജയിച്ച ആളുകളുണ്ട്. ഇപ്പോൾ PV അൻവറൊക്കെ അങ്ങനെയാണ് CPM-ന്റെ ഭാഗമായി നിലമ്പൂരിൽ ജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ മന്ത്രി അബ്ദുറഹ്മാൻ പോലും അത്തരത്തിലായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് LDF-ലേക്ക് വരികയും താനൂരിൽ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ വിമതന്മാരെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ഒരു വലിയ വിപ്ലവം അല്ലെങ്കിൽ ഒരു വിജയം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഈ നീക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി തിരൂരങ്ങാടിയിൽ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഹർഷൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കോട്ടയാണ്. അപ്പോൾ അവിടെ ഒരു വിമതൻ ലീഗിൽ നിന്ന് ഒരാൾ വന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയായാൽ പോലും എത്രത്തോളം വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അതിന്റെ സാധ്യത എന്ന് പറയുന്നത് ഈ PMA സബീറിനെതിരെ അവരുടെ പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. അപ്പോൾ ആ ഒരു അമർഷം അത് അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയെ വരുന്നതോടുകൂടി, അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വരുന്നതോടുകൂടി അദ്ദേഹത്തിന് അനുകൂലമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുജാഹിദ് വിഭാഗത്തിലുള്ള ഒരു അമർഷം, അത് അവരെ അവഗണിക്കുക എന്നൊരു തോന്നൽ. അപ്പോൾ അതെല്ലാം കൂടി അവസരമാക്കി അവർ വിജയ സാധ്യതയുടെ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നീക്കം. ആ ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടെ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്.